Hi guys, welcome back to my channel, and if you are new here, please go through my channel and see whether you like the content. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നപ്പോൾ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് ഒബ്വിയസ്ലി മൈ ഡേ സ്റ്റാർട്ട്സ് അറൗണ്ട് 12 PM. അപ്പോൾ രാവിലത്തെ ഒന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ദിസ് വിൽ ഗോ. കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്ലോഗൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ഈ യൂട്യൂബിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാൻ വേണ്ടി നോക്കി നിന്ന് അത് ഷൂട്ട് ചെയ്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് വരുംതോറും പിന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബഡ്ഡിങ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ടൈപ്പ് ഓഫ് വീഡിയോ എന്താണ് അവർ ചെയ്യുന്നത്, ഹൗ ആർ ദേ ഗെറ്റിംഗ് ഇത്രയും വ്യൂസ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മിക്കതും ചിലതൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും ഇഷ്ടപ്പെടാറൊന്നുമില്ല. ഭയങ്കര എന്താണ് ഒരു കണ്ടന്റും ഇല്ലാത്ത എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ നെയിം മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഫേമസ് ആയിട്ടുള്ളവരായിരിക്കും. ലൈക്ക് കുറച്ച് എള്ളോളന്തരി ടീംസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയോ റാൻഡം ആൾക്കാർ എനിക്കിങ്ങനെ സജഷൻ വരാറുണ്ട്. പക്ഷെ എഫേർട്ട്ലെസ്ലി ആണെങ്കിലും അവർക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല, ഷൂട്ട് ചെയ്യുന്നത് കൊള്ളില്ല, ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒന്നും കൊള്ളില്ലെങ്കിൽ പോലും മേ ബി ഐ തിങ്ക് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടാവാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഐ വിൽ ട്രൈ ടു അപ്ലോഡ് ദ വീഡിയോസ്. അപ്പോൾ ശരി, അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്, ലഞ്ച് കഴിക്കാറായി. അത്ര അടിപൊളി ലഞ്ചൊന്നും അല്ല ഇന്ന്. മമ്മി ഇത് കേൾക്കണ്ട. അപ്പോൾ ഞാൻ ഇന്നൊരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി ഗൈസ്, കം ഓൺ, മേക്ക് ഓംലെറ്റ് വിത്ത് മീ. രാവിലെ എണീറ്റെങ്കിലും ഇത്രയും നേരം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ വാസ് സിംപ്ലി ഓവർ തിങ്കിങ് ആൻഡ് പ്ലാനിങ്. സംഭവം എൻ്റെ പ്ലാൻ പോലെയൊന്നും ഒരിക്കലും നടക്കാറില്ല. പക്ഷെ പ്ലാൻ ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഓവർ പ്ലാൻസ് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അങ്ങനെ ഇത്രയും നേരം പോയി. ഫൈനലി ഐ ടുക്ക് എ ബാത്ത് ആൻഡ് ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ? നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെ നടക്കാറുണ്ടോ? എൻ്റെ ഒരു സാധനം നടക്കാറില്ല, പക്ഷെ പ്ലാനിങ്ങിനൊരു കുറവുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഒരു മുട്ടയാണ് എടുത്തതെങ്കിലും അത്യാവശ്യം ഗുണ്ടുമണി ആയിട്ടുണ്ട്. കാരണം ഈ ഓയിൽ, മിൽക്ക് അതുപോലെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഗുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. ഇത് വാഴപ്പിണ്ടി ഗായ്സ് എനിക്കിഷ്ടമല്ല. ഇത് മമ്മി കാരക്കുഴമ്പ് ഉണ്ടാക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാരക്കുഴമ്പ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു കറിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്ക വെച്ചിട്ടും തക്കാളി വെച്ചിട്ടും ആൻഡ് ബ്രിഞ്ചോളൊക്കെ ഇട്ടിട്ട് നമുക്ക് പല രീതിയിലുണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല അമ്മ ഉണ്ടാക്കിയത്. ഞാൻ അതിൻ്റെ റെസിപ്പി ഒരിക്കൽ ഷെയർ ചെയ്യാം. ഒരു മസ്റ്റ് ട്രൈ സാധനമാണ്. കുറച്ച് എരിവും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഗൈസ്, നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ്. എൻ്റെ ഫോൺ കേസ് എത്തിയിട്ടുണ്ട്. എൻ്റെ സാംസങ് ഫോണിൻ്റെ കേസാണിത്. ഇതാണോ ഓർഡർ? ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫോൺ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഐഫോൺ കിട്ടിയതിന് ശേഷം. അപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു കവർ വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആണ് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വാങ്ങിയ ഒരു ഫോൺ. അപ്പോൾ എനിക്ക് ഐഫോൺ കിട്ടിയപ്പോഴും ഭയങ്കര സന്തോഷിക്കാൻ പറ്റിയില്ല. കാരണം ഇത് വാങ്ങിയിട്ടപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് ഐഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പിന്നെ കുറച്ച് കാലം ഇതിപ്പോൾ ഇത്രയും വലുതാണല്ലോ, സ്ക്രീനൊക്കെ കുറച്ച് വലിയ സ്പേസാണ്. ഐഫോൺ അത്രയും വലുതല്ല. അപ്പോൾ
ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ വീഡിയോയൊക്കെ കാണുമ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ ഈ ഫോൺ എടുക്കാം. അങ്ങനെ കുറച്ച് കാലമൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്ക് ഈ 2 ഫോൺ മാനേജ് ചെയ്യുന്ന സംഭവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഏകദേശം അബാൻഡൻഡ് പോലെയായിരുന്നു ഈ ഫോൺ കുറച്ച് കാലം. ഇടയ്ക്കെങ്ങാനും എടുത്ത് ചാർജ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഫോട്ടോസൊക്കെ ഒന്ന് നോക്കും, അത്ര തന്നെ. അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ പ്രഭു ഇടയ്ക്ക് ഗെയിം കളിച്ച് തുടങ്ങി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് ഞാനും ഈ ഫോൺ ഒന്ന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഒരു കവറൊക്കെ വാങ്ങി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനും പറ്റുന്ന പോലെ ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വലിയ സാധനം കിട്ടിയാലും നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റത്തിനോട് നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കാണുമല്ലോ, എത്ര ചെറിയ കാര്യമാണെങ്കിലും. ഇത് പിന്നെ എൻ്റെ ഫസ്റ്റ് ഫോണും കൂടിയായിരുന്നു ഞാൻ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഫൈനലി ഓൾ സെറ്റ്. ഇത് അന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇത് ഇപ്പോൾ ഒറ്റ ഇരിപ്പിന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ക്രിയേറ്റീവായിട്ട് കുറച്ച് പടമൊക്കെ വരച്ച് വെക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ മൈ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വാസ് നോട്ട് അലോവിങ് മീ ടു ഡു ദാറ്റ്. എന്താണെങ്കിലും പടം വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് മെയിൻലി 2 ഇൻറ്റൻഷനാണ്. ജസ്റ്റ് എൻ്റെ ഹോബി മാത്രമല്ല പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വരച്ചിട്ടുള്ളത് എനിക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ്. ചിലവർ പറയും സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ നമ്മൾ മ്യൂസിക് കേട്ടാൽ മതി, അല്ലെങ്കിൽ പുറത്തേക്ക് പോയാൽ മതി, TV കണ്ടാൽ മതി എന്ന്. പക്ഷേ അതൊന്നും എനിക്ക് വർക്കാവാറില്ല. കാരണം ആ സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് വാണ്ടറായി പോകാറുണ്ട്. ആകെ 2 കാര്യങ്ങൾക്കേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രെസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ. ഒന്ന് തീറ്റ, പിന്നെ പെയിൻറ്റിങ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ഹോപ്പും കൂടിയാണ്. ആ ഒരു ഹോപ്പിലാണ് ഞാൻ എന്നാൽ കുറേ വരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ ലാസ്റ്റ് ടൈം ഇതുപോലെ ഒരുപാട് വരയ്ക്കുന്ന ഒരു ടൈമെന്ന് പറഞ്ഞാൽ കോവിഡൊക്കെ കഴിഞ്ഞ് എക്സാംസ് ഇനി നടക്കാനുണ്ട്. കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ വരച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചു തുടങ്ങി. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞ് പടമൊക്കെ മാറ്റി വെച്ചേക്കാം, ഇറ്റ്സ് നോട്ട് ഫ്രെയിംഡ് ആൻഡ് ഓൾ. പെട്ടെന്ന് യാദൃശ്ചികമായി ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പുതിയ വീട്ടിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ വരച്ച പടങ്ങളൊക്കെയാണ് ഫ്രെയിം ചെയ്ത് അങ്ങോട്ടേക്ക് എടുത്തത്. അതിനുശേഷം എനിക്ക് പിന്നെ ഈ പടം വരയ്ക്കുന്നതും ഒരു പോസിറ്റീവ് ഷിഫ്റ്റും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ എങ്ങനെയൊക്കെയോ എൻ്റെ തലയിൽ കയറി. അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് കുറച്ച് പടം വരച്ച് വെക്കാം, അതാകുമ്പോൾ സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എവിടെ വരയ്ക്കാൻ ശ്രമിക്കുന്നത് പോലും നടക്കുന്നില്ല. അങ്ങനെ കുറേ പ്ലാൻസൊക്കെ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്ലാനാണിത്. അങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മും കൂടി ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേ പടമൊക്കെ വരച്ച് വെക്കണം എന്ന് വിചാരിച്ചതാ. ഏതായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് തീർന്നാൽ തീർന്ന്. ഇനി എത്ര പടം എപ്പോൾ വരയ്ക്കുന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇതാണ് ഞാൻ വരയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രോയിങ്. ഫൈനലി വൺ ഈസ് കംപ്ലീറ്റഡ്. ഹായ് ഗൈസ്, അപ്പോൾ പടം വരച്ച് ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്ന ആ ചങ്ക് ഞാനാണ്. ഷുഗർ കട്ടായതുകൊണ്ട് വിത്തൗട്ട് ചായയും ഷുഗർ കട്ട് തിന്നുകയും ചെയ്യുന്ന ആ ഫ്രണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞു ഗൈസ്. റൂമിലിരുന്നാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. യൂഷ്വലി ഞാൻ ഈ ടൈം നടക്കാനാണ് പോകാറുള്ളത്. ഇന്നിപ്പോൾ ചില സാങ്കേതിക തകരാറുകളുള്ളതുകൊണ്ട് രാത്രിത്തേക്കാക്കി.